പറഞ്ഞാല് എനിക്ക് പൈൽസ് ഒരുപാട് കാലമായിട്ട് പൈൽസിന്റെ അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ആ പൈൽസിനുള്ള പ്രൊഡക്റ്റ് കഴിച്ചു. അന്ന് ഇമ്മ്യൂണിത്രിയാണ് അതിലുള്ളത്. അതുകൊണ്ട് കുറെ കഴിച്ചിട്ടുണ്ട്. സാവകാശം അത് എനിക്ക് പൂർണ്ണമായിട്ടും മാറാൻ കഴിഞ്ഞു. ഇപ്പൊ പൈൽസിസി പറഞ്ഞ പൈൽസി ഉണ്ടല്ലോ അത് കഴിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് നല്ല മാറ്റം എന്താന്ന് വെച്ചാൽ മാറിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ വരും, അപ്പൊ ആ ഗുളിക ഒന്ന് എടുത്ത് കഴിക്കും. പിന്നെ അതേപോലെ തന്നെ എന്റെ വീട്ടില് എന്റെ മോൾക്ക് ഗർഭാശയത്തിന് ഒരു ചെറിയ തകരാറുകളൊക്കെ ഉണ്ടായി, മുഴകളൊക്കെ ഉണ്ടായി. അപ്പൊ അതിന് ഡോക്ടർ ഇത് ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ സൈക്ലോ പറഞ്ഞ ആ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചു. അതിലും മാറ്റങ്ങൾ ഉണ്ടായി. അതേപോലെ തന്നെ ഫാറ്റി ലിവറിന് ലിവാഗേൻ കഴിച്ചു. അതിനും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഉൽപ്പന്നം ഞാൻ ഇതിലെ എല്ലാ പ്രൊഡക്റ്റുകളും കഴിച്ച ഇതാണ്. കാരണം എന്തിനാ വെച്ചാൽ വെറുതെ കഴിച്ചു നോക്കുക എന്താണ് ഇതിനെന്ന് ജനങ്ങളോട് നമുക്കത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളത് ആദ്യം നമ്മൾ കഴിക്കണമല്ലോ. അപ്പൊ ഞാൻ ഇതിൽ ഏകദേശം പ്രൊഡക്റ്റുകളൊക്കെ കഴിച്ചിട്ടുണ്ട്. കാര്യമായിട്ട് ഞാൻ തന്നെ ഇത്രയും കാലമായിട്ട് ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഞാനും എൻ്റെ വീട്ടുകാരും. എൻ്റെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോലെയില്ല. പനി വന്നാലാട്ടെ കഫക്കെട്ട് വന്നാലാട്ടെ എന്തിനും ഞങ്ങൾ ഈ മരുന്നാണ് ഞങ്ങൾ ഉപയോഗിക്കൽ. മുറി വന്നാല് കുഴിനകത്തിന്, അതേപോലെ തന്നെ പൊള്ളൽ വന്നാല് ഓടുകയില്, അങ്ങനെ ഇതെല്ലാം നമ്മൾ കഴിച്ചു കണ്ട് നമുക്കൊക്കെ നല്ല റിസൾട്ടാണ്. എന്റെ വീട്ടിൽ കംപ്ലീറ്റ് എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ ഞാൻ പുറത്തൊരാൾക്ക് കൊടുത്ത് കോവിഡ് സമയത്ത് അദ്ദേഹം ഒരുപാട് അനുഭവങ്ങൾ കുറേ കാലം അങ്ങനെ അസ്വസ്ഥതയായി കടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളതിന്റെ ഡെയിലി ഡോക്ടേഴ്സ് പറഞ്ഞ ഒരു ഗുളികയും കവചപ്രാസവും രണ്ട് മൂന്നെണ്ണം കൊടുത്തു. അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ ഇവിടെ ജീവിക്കുന്നുണ്ട്. അതായത് നല്ല കൃഷിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം പറ്റ അവസരമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് കൊടുത്തിട്ട് അദ്ദേഹത്തിന് നല്ല ആശ്വാസം കിട്ടിയിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ട് ഞാൻ കൊടുത്തത് ഹെയർബെല്ലിന്റെ പേസ്റ്റ് ആണ്. പേസ്റ്റ് ഒരുപാട് ആൾക്ക് പല്ല് വേദന, പല്ല് പുളിപ്പ്, അതേമാതിരി തന്നെ ഇങ്ങനെയൊക്കെയല്ല രക്തം വരുന്നത്, അങ്ങനത്തെ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവർക്കൊക്കെ നമ്മൾ പേസ്റ്റ് ഇപ്പൊ നിരന്തരം കൊടുക്കുന്നുണ്ട്. ഒരുപാട് കസ്റ്റമർ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ നല്ല ആശ്വാസമാണ്. അത് കഴിഞ്ഞാൽ അപ്പൊ വിളിക്കും, കൊണ്ടേ കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ഈ പിന്നെയും കുറെ സാധനങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ ആലോചിച്ചിട്ട് എടുക്കാൻ കഴിയുന്നില്ല. ഏതായാലും പ്രൊഡക്റ്റ് അസാധ്യ റിസൾട്ട് തന്നെയാണ്. എന്തായാലും അത് എന്ത് പറഞ്ഞിട്ട് കാര്യമല്ല. പക്ഷെ നമ്മളൊക്കെ എന്താ വെച്ചാൽ മടിയന്മാരായതുകൊണ്ട് ബിസിനസ്സിന് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ബിസിനസ്സിന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ഈ വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ കുറവ് ഇതിന് നല്ലൊരു കുറവ് തന്നെയാണ്. അതായത് ഈ കാര്യങ്ങളൊക്കെ നിറവേറ്റാനും കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ പ്രയാസങ്ങളുണ്ട്. ഒരാളെ ആശ്രയിക്കണം, അങ്ങനത്തെ ഒരു തകരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ടൈം കൂടുതലൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും അവസരമാണല്ലോ. ആയതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും വിജയങ്ങൾ ഉണ്ടാട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മോർണിംഗ് മീറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും 1000 അഭിനന്ദനങ്ങൾ